പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ജൂലൈ മാസം 25 ശനിയാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യും. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാൽ കൃപാസനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മധ്യസ്ഥത്താൽ ഞാൻ മക്കളെ ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. കർത്താവെ, ജോലിയില്ലാത്തവര്, വീടില്ലാത്തവര്, ജീവിതത്തിൽ കലഹങ്ങളും ഭിന്നതകൊണ്ട് പിരിഞ്ഞു താമസിക്കുന്ന ജീവിത പങ്കാളികളെ, കുഞ്ഞുങ്ങളുടെ തെറ്റായ അവസ്ഥകൾ കണ്ട് വിഷമിക്കുന്ന മാതാപിതാക്കന്മാരെ, ശാരീരികമായ രോഗങ്ങളെ അവസരപ്പെടുന്നതും രോഗം ആകുന്നതിന് സമയമെടുക്കുന്നില്ല എന്ന് ഓർത്ത് ഉത്കണ്ഠപ്പെടുന്നവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് യാത്ര ചെയ്യുന്നവരെ, ഇന്നത്തെ യാത്രയ്ക്ക് വേണ്ടി വിവിധമായ ഒരുക്കിയിരിക്കുന്ന ലക്ഷ്യങ്ങൾ, കണ്ടുമുട്ടുന്ന വ്യക്തികൾ, സംസാരിക്കുന്ന സംഭാഷണങ്ങൾ, എഴുതുന്ന രേഖകൾ,
ഒപ്പിടുന്ന ഡോക്യുമെൻറ്റുകൾ, പങ്കെടുക്കുന്ന ഇൻ്റർവ്യൂകൾ, സെൻഡ് ചെയ്യുന്ന മെസ്സേജുകൾ എല്ലാം കർത്താവിൻ്റെ കൃപയാൽ നിറയപ്പെടാനും, നീ ഇന്ന് തിരികെ എത്തുന്ന സമയത്ത് കർത്താവിൻ്റെ കൃപ നിന്നെ നിറഞ്ഞു നിന്നുകൊണ്ട് സന്തോഷം വന്ന് ഉറങ്ങുവാനും, ഇന്നത്തെ ദിവസം മുൻനിർത്തി നീ കണ്ടുമുട്ടുന്ന ഓരോ നിമിഷങ്ങളെയും, നിൻ്റെ ഓരോ സമയങ്ങളെയും, സന്ദർഭങ്ങളെയും എല്ലാം സംരംഭങ്ങളെയും പരിശുദ്ധമ്മ ദൈവമാതാവിൻ്റെ മധ്യസ്ഥത്തിൽ രാത്രിയും തിരിച്ചെത്തുന്നവരെ കർത്താവിൻ്റെ നാമത്തിൽ മാതാവിൻ്റെ മധ്യസ്ഥതയും ഞാൻ നിൻ്റെ ജീവിതത്തെയും നിൻ്റെ കുടുംബത്തെയും ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട ഈ ദിവസങ്ങളെല്ലാം സത്യം വന്നൊരു വചനമാണ് ഹോശേയ 10:12 എടുത്തേ. നീതി വിതയ്ക്കുവിൻ, കാരുണ്യത്തിന്റെ ഫലങ്ങൾ കൊയ്യാം. തരിശുനിലം ഉഴുതുമറിക്കുവിൻ, കർത്താവിനെ തേടാനുള്ള സമയമാണിത്. ഈ വചനത്തിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരുണ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ദൈവം ഏകപക്ഷീയമായി നൽകുന്ന ദൈവാനുഗ്രഹമാണ് കാരുണ്യം എന്ന് പറയുന്നത്. അതിൻ്റെ കാരണം, അതായത് പക്ഷെ അതിന് ദൈവം കാരുണ്യം ലഭിക്കാൻ വേറൊരു കണ്ടീഷൻ ഇപ്പോൾ വെച്ചിട്ടുണ്ട്. കാരുണ്യം അൺകണ്ടീഷണലൊന്നുമല്ല, ഒരു കണ്ടീഷൻ വെച്ചിട്ടുണ്ട്. അതെന്താ കാര്യം? നീതി പ്രവർത്തിക്കുവിൻ, കാരുണ്യത്തിൻ്റെ ഫലം കൊയ്യാം. അപ്പോൾ നമ്മളെ ഉടമ്പടിയിൽ വരുമ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, നമ്മളെല്ലാ കാര്യവും നീതിപൂർവ്വമായിരിക്കണം ചെയ്യണത്. നീതിപൂർവ്വം, അനീതി ചെയ്യരുത് ഒരിക്കലും. കാര്യം ഇപ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞില്ലേ, ബഹുമാനം ആവശ്യമുള്ളവർക്ക് ബഹുമാനം കൊടുക്കുക. അതിനടുത്ത് റോമ 13:7 ഓരോരുത്തർക്കും അവകാശപ്പെട്ടിരിക്കുന്നത് കൊടുക്കുക. അതാണ് നീതി എന്ന് പറയുന്നത്. ഓരോരുത്തർക്കും അവകാശപ്പെട്ടിരിക്കുന്നത് കൊടുക്കുവിൻ. എന്താണത്? നികുതി അവകാശപ്പെട്ടവന് നികുതി. നികുതി അവകാശം. അത് ദൈവം ഇതിൽ നിന്നും കോംപ്രമൈസ് ചെയ്തില്ല. ഏറ്റവും വലിയ പ്രശ്നം അതാണ്. നമ്മൾ ദൈവത്തിനെ വട്ടം പിടിച്ച് ടാക്സ് വെട്ടിക്കാമെന്ന് ആരും വിചാരിക്കേണ്ട. ദൈവം ഈ ടാക്സ് വെട്ടിക്കുന്നതിൻ്റെ ഭാഗം അതല്ല. എന്താ പ്രശ്നം? ആ വിജയകുമാറിൻ്റെ, നമ്മുടെ വിജയകുമാർ ബ്രദറല്ലേ, അങ്ങേര് ഇടയ്ക്കൊരു സാക്ഷ്യം പറയും. മനസ്സിലേ, അങ്ങേർക്ക് 90 ലക്ഷത്തിൻ്റെ ഒരു ടാക്സ് വന്ന് അത് വലിയ ഇഷ്യൂ ആയി. പുള്ളിക്കാണെങ്കിൽ അന്നത്തെ സാമ്പത്തികം എനിക്കറിയാവുന്നതാണ്. അതിങ്ങനെ ബാങ്കിൽ നിന്ന് ഓവർ ഡ്രാഫ്റ്റ് എടുത്തുകൊണ്ട് നിൽക്കേണ്ട കാലമായിരുന്നു. ബിസിനസ്സൊക്കെ പൊട്ടി, ബിസിനസ് ഇല്ലാതെയും 10-15 കൊല്ലം ബിസിനസ് ഇല്ലാതെയും. അപ്പോൾ ഓവർ ഡ്രാഫ്റ്റിലാണ് പോണത്. അപ്പം അതിൻ്റെ ഇടയ്ക്കാണ് ടാക്സ് വരണത് 90 ലക്ഷത്തിൻ്റെ പഴയ അക്കൗണ്ടിൽ നിന്ന്. അപ്പോൾ അദ്ദേഹം ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു. അതിനുശേഷം അദ്ദേഹത്തിന് ഒരു ഐഡിയ കിട്ടി. അതിന് രാത്രി ഒറ്റക്ക് മുറിയിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഏകദേശം ഇതുപോലെ കർത്താവിൻ്റെ വചനമെടുത്തപ്പോൾ അവിടെ വചനത്തിൽ എന്താ പറഞ്ഞറിയുമോ? ടാക്സ് ആവശ്യമുള്ളവർക്ക് ടാക്സ് കൊടുക്കണമെന്നാ പറഞ്ഞത്. അല്ലാതെ നീ അതിൽ നിന്ന് അവരെ കണ്ണിപ്പൊടി എടുത്ത് അവരെ വെട്ടിക്കണമെന്നല്ല പറഞ്ഞത്. അതേ റോമ 13:7 ഓരോരുത്തർക്കും അവകാശപ്പെട്ടിരിക്കുന്നത് കൊടുക്കുവിൻ. ഓരോരുത്തർക്കും അവകാശപ്പെട്ടിരിക്കുന്നത് കൊടുക്കുവിൻ. നികുതി അവകാശപ്പെട്ടവന് നികുതി. അതാണ് നികുതി അവകാശപ്പെട്ടവന് നികുതി. ചുങ്കം അവകാശപ്പെട്ടവന് ചുങ്കം. ആദരം അർഹിക്കുന്നവന് ആദരം. അർഹിക്കുന്ന ആൾക്കാരുണ്ടാകത്തില്ലേ? ഞാനാണെങ്കിൽ ഇതിൻ്റെ ഒരു ഉസ്താദാണ്. ഞാൻ 1ാം ക്ലാസ് പഠിപ്പിച്ച ടീച്ചറായാലും ഞാൻ അവിടെ മുമ്പിൽ നിൽക്കുമ്പോൾ പഴയ കൊച്ചാട് നിൽക്കും. അവരിങ്ങനെ സുഖപ്പോ നിൽക്കും, ഞാനത് മൈൻഡ് ചെയ്യത്തില്ല. എന്താ കാര്യം? കർത്താവ് നമുക്ക് അക്ഷരം പറഞ്ഞു തന്ന ആളാണ്, നമുക്ക് കണക്ക് പഠിപ്പിച്ചു തന്നിരുന്ന ആളാണ്. ഇന്നിപ്പോൾ നമുക്ക് അവരെക്കാൾ വിദ്യാഭ്യാസം ഉണ്ടാകാം, പക്ഷെ അതല്ല, അവർ ആദരം അർഹിക്കുന്നുണ്ട്. ഇപ്പം ചിലർ വരുമ്പോൾ നമ്മൾ എഴുന്നേക്കത്തില്ല. നമ്മളെക്കാൾ 1 വയസ്സോ 2 വയസ്സോ കൂടിയാൽ തന്നെയും നമ്മളത് ബഹുമാനിക്കവരാണ്. അതെന്താണ്? ആദരവ് അർഹിക്കുന്നവർക്ക് ആദരവ്. ഉടമ്പടിയിലുള്ള മക്കൾ ഒരിക്കലും നിങ്ങളുടെ കർത്താവ് കുറ്റം ആരോപിക്കാത്ത ആൾക്കാരായിരിക്കണം. കർത്താവ് കുറ്റം ആരോപിക്കണത് ഈ വചനം വെച്ചുകൊണ്ടാണ്. നീ ആദരവ് അർഹിക്കുന്നവർക്ക് ആദരവ് കൊടുത്തു. ഇപ്പം ബിഷപ്പൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ മോസ്റ്റ് ആദരവോടുകൂടി കാണുന്ന ഒരാളാണ് ബിഷപ്പ്. എക്സ് ഓർ വൈ ഏത് ബിഷപ്പായാലും, പ്രത്യേകിച്ച് ആലപ്പുഴത്തെ ബിഷപ്പ്. അതെന്താ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ആരാണ്. കാര്യം എൻ്റെ ബിഷപ്പ് എന്നേക്കാൾ ജൂനിയറായിട്ട് പഠിച്ച ആളാണ്.
പക്ഷേ എനിക്കറിയാം ആരാണ് അപ്പോസ്റ്റലാണ്. അദ്ദേഹമാണ് സഭയെ പരിശുദ്ധാത്മ ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തെ കൊണ്ട് ഷെയ്ക്കാൻ്റെ കൊടുക്കുകയല്ലേ ഈ യൂറോപ്യൻസിലേക്ക് ഏറ്റവും വലിയ ഇത് യൂറോപ്യൻസ് വേറെ സ്റ്റൈലാണ്. ഇന്ത്യക്കാരെ കുറച്ചുകൂടി നല്ലതാണെന്നൊന്നും അറിയാൻ പാടില്ല, പക്ഷേ എന്നാലും ആദരവ് കാണിക്കുന്ന ആൾക്കാരാണ്. യൂറോപ്യൻസ് ഷെയ്ക്കാനാണ് ചെയ്യണത്, അത് ആദരവിൻ്റെ ഭാഗമാണ്. പക്ഷേ നമ്മൾ നമസ്കാരം പറയുമ്പോൾ നമ്മൾ ഓർക്കും ഇത് ആദരവാണെന്ന് ഓർക്കും. പക്ഷേ ആദരവാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലർ പറയും ഇത് ബുദ്ധിസ്റ്റ്, നമസ്കാരമൊക്കെ ബുദ്ധിസ്റ്റിൽ നിന്ന് വന്നതാണ്, എൻ്റെതല്ല നിൻ്റെതാണെന്നാണെന്നാണ് സനാതനമായിട്ടുള്ള ആൾക്കാരുടെ വ്യാഖ്യാനം. പക്ഷെ ബുദ്ധിസ്റ്റ് വ്യാഖ്യാനം എന്ന് പറയണത് എനിക്ക് നിങ്ങളുടെ സ്നേഹവും ബഹുമാനമൊക്കെയാണ്, പക്ഷേ തൊട്ട് കളിക്കരുത്, തീണ്ടരുത്, നീ നിൻ്റെ സ്ഥലത്ത് നിൽക്കുക, ഞാൻ എൻ്റെ സ്ഥലത്ത് നിൽക്കാം, ടച്ച് ചെയ്യാൻ പാടില്ല. മനസ്സിലായോ? അതും പ്രശ്നമാണത്. അത് ബുദ്ധിസം തന്നെയല്ലേ, മനുസ്മൃതിയിൽ നിന്നും കൂടി കയറി വരാം. നമ്മൾ വളരെ ഭംഗിയായിട്ട് പറയുന്ന ചില കാര്യങ്ങൾക്ക് ഇതുപോലെ ചില പണ്ട് പൂർവ്വപിതാക്കന്മാർ ജീവിച്ച മാനവികത വളരുന്നതിന് മുമ്പുള്ള ഉണ്ടായിരുന്ന കാഴ്ചപ്പാടുകൾ ചിലപ്പോൾ ആചാരാനുഷ്ഠാനങ്ങളിലേക്ക് കയറി വരാം. പക്ഷേ നമ്മൾ അത് എന്ത് ചെയ്താലും ചെയ്യണവന് ആദരവോടെയാണ് ചെയ്യുന്നതെങ്കിൽ അതാണ് വിഷയം. പൂർവികരുടെ ചില ആചാരം നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ എന്ത് മനോഭാവത്തിലാണ്, ഇപ്പോൾ ചില ആൾക്കാരോട് നമ്മളെല്ലാവരോടും സ്തുതി പറയാൻ നമ്മൾ കാര്യം നമ്മൾ എന്ത് മനോഭാവത്താണ് പറയണത്, അത് പറയണത് നമ്മൾ അവരെ ബഹുമാനിക്കുന്നതാണ്. അതാണ് ആദരവ് അർഹിക്കുന്നവർക്ക് ആദരവ് കൊടുക്കുകയും. അതിൻ്റെ അടുത്ത വാക്യം വായിച്ചേ, ബഹുമാനം നൽകേണ്ടവന് ബഹുമാനം. ബഹുമാനം നൽകേണ്ടവന് ബഹുമാനം. അപ്പോൾ ഈ ബഹുമാനവും ആദരവും ഒക്കെ, അതായത് അത് കൊടുക്കാത്ത ആൾക്കാരുണ്ട്. അതിൻ്റെ അർത്ഥം അഹന്ത എന്നതിൻ്റെ അർത്ഥം അവർക്ക് അഹന്തയാണ്. ഞാൻ ഇങ്ങനെ മറ്റുള്ളവരോട് ഇങ്ങനെ ആദരവ് കാണിക്കുമ്പോൾ ഞാൻ കുറഞ്ഞു പോകുമോ എന്നുള്ള ഒരു മിഥ്യാധാരണയാണ് വരണത്. അപ്പോൾ ഇന്ന് പക്ഷേ ഒരു അഹങ്കാരിയായിട്ട് ആൾക്കാരുമായിട്ട് ദൈവം ഉടമ്പടി നമുക്ക് പോയി ബലം പറയുക ചെയ്യാം. ചില ആൾക്കാരുള്ള ഇവിടുത്തെ ഉടമ്പടി, കൃപാസനത്തിൻ്റെ ഉടമ്പടി ബലാത്കാര ഉടമ്പടി എന്ന് പറയും. പല ആൾക്കാരുടെ ഉടമ്പടി ബലാത്കാര ഉടമ്പടിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ യവനും ഒരു ബുദ്ധിയുമില്ല, ബോധമില്ല, അഹങ്കാരത്തിൻ്റെ കൂടായിരിക്കും. അങ്ങനെ ഒരു അഹങ്കാരിക്ക് ഉടമ്പടി ചെയ്യാൻ പറ്റത്തില്ല ശരിക്കും. അതാണ് ഈ ആദരവ് അർഹിക്കുന്നവർ ആദരവ് കൊടുക്കണം, ബഹുമാനം അതിലായിരിക്കുന്നവർ ബഹുമാനം കൊടുക്കണം. അപ്പം അത് അങ്ങനെ കൊടുക്കുമ്പോൾ എന്താ വെച്ചാൽ നമ്മൾ എളിമയുള്ളവരും വിനയമുള്ളവരായി മാറുകയും ദൈവകൃപയ്ക്ക് പാത്രമാകുകയും ചെയ്യും. നിന്റെ സ്വഭാവം പെരുമാറ്റങ്ങൾ ശ്രദ്ധിക്കണം ഉടമ്പടിയിൽ. നീ ഓരോ ദിവസവും വളരുകയല്ലേ, താഴേക്ക് തളരുകയല്ലല്ലോ ചെയ്യണത്, ശ്രദ്ധിക്കുക. ഇതാ എൻ്റെ മുത്തൻ്റെ പരിശുദ്ധ നാമം.